നമ്മൾ പള്ളി കമ്മിറ്റിക്കാർ ചുമ്മാ അധികാരത്തിന് വേണ്ടി അടിയും വഴക്ക് ഉണ്ടാക്കി നമ്മുടെ ജീവിതം മുഴുവനും കളയുകയല്ലാതെ നമ്മുടെ സമുദായത്തിന്റെ പേരിൽ നമുക്ക് എന്താ ഉള്ളത്? കുറെ ഓഡിറ്റോറിയം ഉണ്ട്, കുറെ ചെമ്പുകൾ വാടകയ്ക്ക് എടുക്കും, കുറെ ടാർപ്പാളിൻ വാടകയ്ക്ക് എടുക്കും, കുറെ കസേര വാടകയ്ക്ക് എടുക്കും. എല്ലാ പള്ളികൾക്കുള്ള ഒരു വരുമാനം അതാണ്, കുറെ വരുമാനം. എന്നിട്ട് ഓരോരോ മാസങ്ങൾ വരുമ്പം ആ മാസത്തിന്റെ പ്രത്യേകത അനുസരിച്ച് 10 എമ്പ് ബിരിയാണി, 20 എമ്പ് ബിരിയാണി, 30 എമ്പ് ബിരിയാണി, 10-15 ലക്ഷം രൂപ തിന്ന് 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 ഇവൻ നശിപ്പിച്ചു കളഞ്ഞു. സമുദായം മൊത്തം പഴച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവന്റെ തീറ്റി ഒടുക്കത്തിലും ഖിയാമത്ത് നാൾ വരെയും തീരൂല. 300-400 ചെമ്പ് വെച്ച് തള്ളാണ്. സമുദായം മൊത്തം പഴച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മക്കളെ ഒന്ന് നന്നാക്കി നല്ല നിലയിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ ഒരു സ്കൂൾ സംവിധാനം, ഒരു കോളേജ് സംവിധാനം മുസ്ലിമീങ്ങൾക്ക് ഉണ്ടോ? പണം ഉണ്ടാക്കാൻ വേണ്ടി അവൻ കുറെ ഫ്ലാറ്റുകൾ ഉണ്ടാക്കിയിട്ട്, അവൻ കുറെ കോംപ്ലക്സുകൾ ഉണ്ടാക്കിയിട്ട് അവനും അവന്റെ കുടുംബത്തിനും തിന്നാവുന്നതല്ലാതെ സമുദായത്തിന് എന്താ ഗുണം നിന്റെ പണം കൊണ്ട്? 10 കോടീശ്വരന്മാരെ വിളിച്ച് ഒരു കസേരയുടെ മുന്നിൽ, ടേബിളിന്റെ മുന്നിൽ ഇരുത്തിയിട്ട് ജമാഅത്തിന്റെ ഭാരവാഹികൾ അവരോട് സംസാരിക്കുക, എടുക്കടാ 10 കോടി രൂപ, നീ അതിന് പൈസ വാങ്ങിക്കോ, കോളേജ് നടത്ത്, സ്കൂൾ നടത്ത്, ഫീസ് വാങ്ങിക്കോ, ഫ്രീ ആയിട്ട് ആരെയും പഠിപ്പിക്കണ്ട, നീ വരുമാനം അതിലുണ്ടാക്കിക്കോ. എന്നാലും നമുക്ക് അന്തസ്സോടുകൂടി, ഇസ്സത്തോടുകൂടി, അഭിമാനത്തോടുകൂടി നമുക്ക് നമ്മുടെ മക്കളെ പഠിപ്പിക്കാമല്ലോ, പേടിക്കണ്ടല്ലോ, ധൈര്യമായിട്ട് പഠിപ്പിക്കാമല്ലോ. ആര് തയ്യാറുണ്ട്? എല്ലാം അവനവന്റെ കാര്യം. രാവിലെ